അപ്പോൾ നോക്കിയേ, ഇന്നലെ നടന്ന ASM പരീക്ഷയുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സും കൂടെ പറയും. അപ്പം വരാൻ പോകുന്ന രണ്ടാമത്തെ പരീക്ഷയിൽ, നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന അടുത്ത ആഴ്ചയിലെ പരീക്ഷയിൽ ഉള്ള കുട്ടികൾക്കും പിന്നെ ഇനിയുള്ള പരീക്ഷകൾ എഴുതാൻ പോകുന്നവർക്കും വളരെ ഉപകാരമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി. ഇപ്പോൾ ഉത്തരങ്ങൾ എല്ലാവർക്കും അറിയാം, നമ്മൾ കണ്ടതാണ്. അന്ന് ഇന്നലെ ഉത്തരം ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടത്. അപ്പോൾ ഉത്തരങ്ങളെല്ലാവരും നിങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഉത്തരങ്ങൾ നിങ്ങൾക്ക് അറിയാം. നമ്മൾ നോക്കുന്നത് ഇതല്ല, നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് ആണ് നോക്കുന്നത്. ഉത്തരങ്ങൾ പറയുന്നതിനോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കും അതിൻ്റെ മറ്റ് ഓപ്ഷൻസിൻ്റെ പ്രത്യേകതയും റിലേറ്റഡ് ഫാക്ട്സും ആണ്. അപ്പം എന്നോടൊപ്പം ആ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കണം, അതാണ് ഉദ്ദേശം. നോക്കി, വാട്ട് ഡസ് ദ ഫോറിൻ ഫ്രൈസ് വൈ സേവിസ് എന്ന് പറയുന്നതിൻ്റെ ഫോറിൻ ഫ്രൈസിന്റെ മീനിങ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഉത്തരമായിട്ട് വന്ന ഏതായിരുന്നു? ഉത്തരമായിട്ട് വന്നത്, നമുക്ക് ഉത്തരമായിട്ട് എടുക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് എടുക്കുന്നത്. ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് എടുത്തത്. ഇൻ റിലേഷൻ ടു. ഇതിന്റെ മീനിങ് വൈസവേസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന അർത്ഥത്തിലാണ് പറയുന്നത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും, ഫേസ് ടു ഫേസ് എന്ന അർത്ഥത്തിൽ ഒക്കെയാണ് പറയുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അതേപോലെ വൈവ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? വൈവ, ഇതെല്ലാം ഫോറിൻ വേർഡ്സ് ആണ് കേട്ടോ. വൈവ എന്ന് പറഞ്ഞാൽ ഓറലി എന്നാണ് അർത്ഥം. ഓറലി എന്നാണ് കേട്ടോ. വൈവ മീൻസ് ഓറലി എന്നാണ്. അതേപോലെ ടീറ്റേ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ടീറ്റേ എന്ന് പറഞ്ഞാൽ ടീറ്റേ മീൻസും ഫേസ് ടു ഫേസ് എന്ന് പറയാറുണ്ട്. അതേപോലെ സീക്രട്ട് കോൺവെർസേഷൻ എന്ന് പറയാറുണ്ട്. ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ സീക്രട്ട് കോൺവെർസേഷൻ എന്ന് പറയുന്നുണ്ട്. അതേപോലെ കാർക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ മീനിങ്? കാർക്കസ് മീൻസ് അനിമൽ ഡെഡ് ബോഡി എന്നാണ്. കാർക്കസ് മീൻസ് അനിമൽ ഡെഡ് ബോഡി എന്നാണ് മീനിങ്. കാർക്കസ് മീൻസ് അനിമൽ ഡെഡ് ബോഡി എന്നാണ്. അതേപോലെ നോയേൽ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ മീനിങ്? നോയേൽ എന്ന് പറഞ്ഞാൽ എക്സ്മസ്, ക്രിസ്മസ് എന്നാണ് അർത്ഥം കേട്ടോ. നോയേൽ മീൻസ് ക്രിസ്മസ് എന്നാണ് അർത്ഥം അല്ലേ. ഇതെല്ലാം ഫോറിൻ വേർഡ്സ് ആണ്. നോയേൽ മീൻസ് ക്രിസ്മസ് എന്നാണ് അർത്ഥം. അതേപോലെ പ്രിമാ ഫേസി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ മീനിങ്? പ്രിമാ ഫേസി മീൻസ് ഫസ്റ്റ് സൈറ്റ് എന്നാണ് കേട്ടോ. ആദ്യ കാഴ്ച. പ്രിമാ ഫേസി മീൻസ് ഫസ്റ്റ് സൈറ്റ് എന്നാണ്. അതേപോലെ ഫെലോ ഡി സി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഫെലോ ഡി സി എന്ന് പറഞ്ഞാൽ എന്തോ? സൂയിസൈഡ് എന്നാണ് മീനിങ് കേട്ടോ. ഫെലോ ഡി സി മീൻസ് സൂയിസൈഡ് എന്നാണ്, ആത്മഹത്യ ചെയ്യുക. ഫെലോ ഡി സി മീൻസ് സൂയിസൈഡ് എന്നാണ്. അതുപോലെ പനോരമ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ മീനിങ്? പനോരമ മീൻസ് വൈഡ് സൈറ്റ് എന്നാണ് കേട്ടോ. നമ്മളെ ഫോണിലൊക്കെ പനോരമ മോഡൊക്കെ ഉണ്ട്. അപ്പൊ പനോരമ മീൻസ് വൈഡ് സൈറ്റ് എന്നാണ്. പനോരമ മീൻസ് വൈഡ് സൈറ്റ്, കാഴ്ച, വൈഡ് സൈറ്റ് എന്നാണ്. മറക്കില്ലേ? പനോരമ മീൻസ് വൈഡ് സൈറ്റ്. അതേപോലെ ആബ് ഇനിഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ആബ് മീൻസ് ഫ്രം ദ ബിഗിനിങ് എന്നാണ് കേട്ടോ. ആബ് ഇനിഷ്യോ മീൻസ് ഫ്രം ദ ബിഗിനിങ് എന്നാണ്. ആബ് ഇനിഷ്യോ ഫ്രം ദ ബിഗിനിങ് എന്നാണ്. എന്നാൽ ആബ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ആബ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഫ്രം ദ ഒറിജിനൽ എന്നാണ്. ആബ് ഒറിജിൻ മീൻസ് ഫ്രം ദ ഒറിജിനൽ എന്നാണ്. അതുപോലെ ഇൻ ക്യാമറ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഇൻ ക്യാമറ മീൻസ് ഡൺ ഇൻ സീക്രട്ട് എന്നാണ്. ഇൻ ക്യാമറ മീൻസ് ഡൺ ഇൻ സീക്രട്ട്. ഇൻ ക്യാമറ ഇൻ ക്യാമറ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് എന്നാണ്. ഇൻ ക്യാമറ മീൻസ് പ്രൈവറ്റ്. എന്നാൽ സബ് റോസ ആണെങ്കിൽ സബ് റോസ മീൻസ് ഡൺ ഇൻ സീക്രട്ട്. സബ് റോസ മീൻസ് ഡൺ ഇൻ സീക്രട്ട്. ഇൻ ക്യാമറ എന്തെന്ന് പറയണം? പ്രൈവറ്റ് എന്ന് പറയണം കേട്ടോ. അതേപോലെ ഇഡസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഇഡസ്റ്റ് മീൻസ് ദാറ്റീസ് എന്നാണ് കേട്ടോ. ഇഡസ്റ്റ് മീൻസ് ദാറ്റീസ് എന്നാണ്. മറക്കല്ലേ? ഇഡസ്റ്റ് മീൻസ് ദാറ്റീസ് എന്നാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള നമ്മുടെ ഫോറിൻ വേർഡ്സ് എല്ലാം ഒന്ന് നോക്കി വെക്കുക. വളരെ പ്രധാനപ്പെട്ടാണ്. വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. വളരെ എളുപ്പമുള്ളൊരു ചോദ്യം തന്നെയായിരുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, നമ്മൾ പലതവണ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഫ്രൈസൽ വെർബ്, നമ്മുടെ കളക്റ്റീവ് നൗൺ. ഷീപ്പിന്റെ കളക്റ്റീവ് നൗൺ ആണ് ഫ്ലോക്ക് എന്ന് പറയുന്നത് അല്ലേ. ഈ ഫ്ലോക്കിനകത്ത് വരുന്ന മറ്റ് ജീവജാലങ്ങളൊന്ന് പഠിച്ചേ. ഫ്ലോക്ക് ഓഫിനകത്ത് ഷീപ്പ് ഉണ്ട്, അതുപോലെ ടൂറിസ്റ്റ് ഉണ്ട്,
അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലോക്ക് ഓഫ് ടൂറിസ്റ്റ്, ഷീപ്സ്, അതുപോലെ ബേർഡ്സ്, ഇതെല്ലാം ഏതിനകത്ത് വരുന്നു കൂട്ടിലെ ഫ്ലോക്കിനകത്ത് വരുന്നു. എന്നാൽ ഫിഷിന്റെ കളക്ടറാണ് പറഞ്ഞത്. നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു? സ്കൂളിൽ പഠിക്കുമ്പോൾ ഷോൾ ഉപയോഗിച്ച് മീൻ പിടിച്ചിട്ടുണ്ട് ഇല്ലേ? സ്കൂൾ ഓഫ് ഫിഷ്, ഷോൾ ഓഫ് ഫിഷ്, ക്യാച്ച് ഓഫ് ഫിഷ് ഇല്ലേ? അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് സ്കൂളാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇപ്പോൾ ഫിഷിന്റെ മറ്റൊരു നോൺ കളക്ടറാണ് ഹൗൾ, HAUL, ഔൾ ഓഫ്, HAUL, ഔൾ ഓഫ് ഫിഷ് എന്നും പറയാം, മറക്കൂലല്ലോ. ഫിഷിന്റെ എങ്ങർ വണ്ണാണ് ഫ്രൈ എന്ന് പറയുന്നത്. ഫിഷിന്റെ എങ്ങർ വണ്ണാണ് ഫ്രൈ എന്ന് പറയുന്നത്. ഫിഷിന്റെ ഡ്വെല്ലിംഗ് ആണ് പോണ്ട് അല്ലെങ്കിൽ അക്വേറിയം എന്ന് പറയുന്നത്. പോണ്ട് അല്ലെങ്കിൽ അക്വേറിയം ഫിഷിന്റെ ഡ്വെല്ലിംഗ് ആണ്, വാസസ്ഥലമാണ്. ഇനി അതുപോലെ ക്ലസ്റ്റർ ഓഫ് ആണെങ്കിൽ ക്ലസ്റ്റർ ഓഫിനകത്ത് വരുന്നത് ഐലൻഡ് വരാറുണ്ട്, അതേപോലെ കാക്ടസ് വരാറുണ്ട്, അതുപോലെ സ്റ്റാർ, ക്ലസ്റ്റർ ഓഫ് സ്റ്റാർ എന്ന് പറയാറുണ്ട്. ഇതെല്ലാം ക്ലസ്റ്റർ ഓഫിനകത്ത് വരുന്നത്. ഐലൻഡ്, അതുപോലെ കോക്കനട്ടും വരാം. ക്ലസ്റ്റർ ഓഫ് കോക്കനട്ട്, ഐലൻഡ്, സ്റ്റാർ, ഇതെല്ലാം വരുന്നത്. സ്റ്റാറിന്റെ മറ്റൊരു കളക്ഷനാണ് ഏതെന്ന് ചോദിച്ചാൽ, സ്റ്റാറിന്റെ മറ്റൊരു കളക്ഷനാണ് ഗാലക്സി ആണ് കേട്ടോ. ഗാലക്സി, എന്ത് ചെയ്യുന്നുണ്ട്, ഗാലക്സി ഓഫ് സ്റ്റാർസ് എന്ന് പറയും. ഗാലക്സി ഓഫ് സ്റ്റാർസ്, ഗാലക്സി ഓഫ് സ്റ്റാർസ് എന്ന് പറയാറുണ്ട്, മറക്കരുത്. ഇനി അതേപോലെ പോഡ് ഓഫിനകത്ത് വരുന്ന വെയിൽസ് ആണ് കേട്ടോ. പോഡ് ഓഫിനകത്ത് വരുന്നത് ബ്ലൂ വെയിൽ, വെയിലിന്റെ കളക്ഷനാണ് പോഡ് ഓഫ്. മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യനാണ് പോഡ് ഓഫ്. കോളനി ഓഫ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു പറ്റമായിട്ട് നിൽക്കുന്ന സാധനങ്ങൾ അതൊക്കെ ഉണ്ടായി. ആൻഡ്, അതുപോലെ ബാറ്റ്, അതുപോലെ പെങ്കിന്, ആൻഡ് ബാറ്റ്, പെങ്കിന്, ബീസ്, ഇതിൻ്റെയൊക്കെ കളക്ഷനാണ് കോളനി. ഈ ബീസിന്റെ മറ്റൊരു കളക്ഷനാണ് ഹൈവ്, HIV, ഹൈവ് ഓഫ് ബീസ് എന്ന് പറയും കേട്ടോ. ഈ ഹൈവ് എന്ന് പറയുന്ന ബീസിന്റെ കൂടിന് പറയുന്ന പേര് കൂടി ഹൈവ് എന്നാണ് പറയുന്നത്. ഹൈവിന്റെ അല്ലെങ്കിൽ തേനീച്ചയുടെ കൂടിന് വേറൊരു കൂടെ പറയും, എപ്പിയറി എന്നും കൂടെ പറയും. എന്ത് ചെയ്യുന്നത്, APIARY, എപ്പിയറി എന്നും കൂടെ പറയും. എപ്പികൾച്ചർ എന്ന് പറഞ്ഞ തേനീച്ച വളർത്തുന്നത് എപ്പിയറി എന്നും കൂടെ പറയാറുണ്ട്, മറക്കരുത്. ഓക്കെ, അപ്പോൾ കോളനി ഓഫ്, സ്കൂൾ ഓഫിനകത്ത് ഫിഷ് ആണെന്ന് പറഞ്ഞു, മറക്കരുത് കേട്ടോ. അപ്പോൾ കളക്ഷനോണ് വളരെ പ്രധാനപ്പെട്ടാണ്, കളക്ഷനോണ് പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ നമ്മുടെ പ്രൗഡ് ഓഫ് ആണെങ്കിൽ പ്രൈഡ് ഓഫ് ആണെങ്കിൽ PRID, പ്രൈഡ് ഓഫ്. ലയൺ ആൻഡ് പീക്കോക്ക് കേട്ടോ, ലയൺ ആൻഡ് പീക്കോക്ക്, പ്രൈഡ് ഓഫ് ലയൺ ആൻഡ് പീക്കോക്ക് ആണ്. ലയൺ, പീക്കോക്കിന്റെ ഒക്കെ കളക്ടറാണ് പ്രൈഡ് ആണ്. ഓക്കെ, അതുപോലെ ഫ്ലോക്ക് ആണെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഫ്ലോക്ക്. ഫ്ലോക്ക് ഓഫ് ആണെങ്കിൽ ഷീപ്പ്, ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞു ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ടൂറിസ്റ്റ്, ഇങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ പൈൽ ഓഫ്, PILE, പൈൽ ഓഫ് ആണെങ്കിൽ ബുക്ക്, ക്ലോത്ത് കേട്ടോ. ബുക്ക്, ക്ലോത്ത്, ബുക്ക്, ക്ലോത്തിന്റെ ഒക്കെ ആണെങ്കിൽ പൈൽ ഓഫ് എന്ന് പറയും, മറക്കരുത്. ഓക്കെ, ഇനി അതേപോലെ കൾച്ചർ ഓഫ് ആണെങ്കിൽ ബാക്ടീരിയ ആണ്, കൾച്ചർ ഓഫ് ബാക്ടീരിയ. ഹേർഡ് ഓഫ്, HERD, ഹേർഡ് ഓഫ് ആണെങ്കിൽ കൗ, ക്യാറ്റിൽ, ബഫല്ലോ, ഓക്സ്, ബൈസൺ, ബുള്ള്, ഇങ്ങനെയൊക്കെയുള്ളതിനെല്ലാത്തിനും നമ്മൾ ഹേർഡ് ഓഫ് എന്ന് പറയും, മറക്കരുത് കേട്ടോ, ഹേർഡ് ഓഫ്. അടുത്ത് നോക്കി, ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടർ സ്പീച്ച്. താഴെ തന്നിരിക്കുന്ന സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്ത് എഴുതാനാണ്. ഹിസ് ഫാദർ സെഡ്, ആസ്ക്ഡ്, ഡു യു തിങ്ക് യു നോ, ഡു യു തിങ്ക് യു നോ ദ ലെസൺ, യു നോ ദ ലെസൺ ബെറ്റർ ദാൻ യുവർ ടീച്ചർ. കണ്ടല്ലോ, തന്നിരിക്കുന്ന സെൻസ് റിപ്പോർട്ട് ചെയ്യാനാണ്. നമുക്കൊരു ഇൻട്രോഗേറ്റീവ് സെൻസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് റിപ്പോർട്ടിംഗ് റൂൾ. കഴിഞ്ഞ ഇതിന് തൊട്ട് മുമ്പ് എക്സാമിന് മുമ്പായിട്ട് നമ്മൾ റിപ്പോർട്ടർ സ്പീച്ച് പറഞ്ഞതാണ്. നമ്മൾ എപ്പോഴും അവിടെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യും, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു നോക്കി പഠിച്ചു പോയതാണ്. അപ്പോൾ നോക്കി, ക്വസ്റ്റ്യൻ വേണ്ടി തുടങ്ങുന്ന സെൻസിൽ ഇഫ് അല്ലെങ്കിൽ വെതർ ഉപയോഗിച്ചിരിക്കണം. എല്ലാത്തിനകത്ത് വെതർ വന്നിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം നോക്കില്ല, സബ്ജക്റ്റ് വരണം എല്ലാത്തിലും. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കട്ടെ, തിങ്ക്, V1 വരുന്ന സെൻസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ V2 ആക്കണം. ഇപ്പോൾ തിങ്കിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തോട്ടാക്കി മാറ്റി. അപ്പോൾ നമുക്കിത് ആ ഒരു ചിന്ത വന്നപ്പോൾ തന്നെ രണ്ട് ഓപ്ഷൻസ് കട്ട് ചെയ്യാം. ഏതൊക്കെ ഓപ്ഷൻസ് കട്ട് ചെയ്യാമോ? A ഓപ്ഷനും കട്ട് ചെയ്യാം, B ഓപ്ഷനും കട്ട് ചെയ്യാം, അതേപോലെ D ഓപ്ഷൻ. ഇനി രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഇനി നോക്കിയേ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് നോക്കുന്നത് ഇപ്പോൾ തോട്ടാണ് രണ്ടിലും വരുന്നത്. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് നോക്കിയേ, യു ആണ് കിടക്കുന്നത്. യു ഇപ്പം നമ്മളിവിടെ ആസ്ക് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു സബ്ജക്റ്റ് ഇല്ലെങ്കിൽ നമ്മളോടാണ് സംസാരിക്കുന്നത് പറഞ്ഞു എഴുതിയാൽ. അല്ലെങ്കിൽ ഇവിടെ ഹി എന്ന സബ്ജക്റ്റ് തന്നിട്ടുണ്ട്, മാറി ഹി എന്ന് വന്നിട്ടുണ്ട്, എല്ലാത്തിലും ഹി വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ഹി സെഡ് അല്ലെങ്കിൽ ഹി ആസ്ക്ഡ് വെദർ ഹി തോട്ട്. ഇനി അടുത്തൊരു യു ഉണ്ട്, അതും ഹി ആയിട്ട് മാറി. നോയാണ്, നോ എന്ന് പറഞ്ഞാൽ V1 ആണ്. V1 എന്ന് എന്താക്കാൻ പറഞ്ഞു, V2 ആക്കാൻ പറഞ്ഞു. അപ്പോൾ നോ V2 ആക്കുമ്പോൾ ന്യൂ ആയിട്ട് മാറും.
the lesson better than his teacher. Your teacher എന്തായിട്ട് മാറി his teacher. അതിൽ വേറെ തെറ്റൊന്നുമില്ല. ഇനി അടുത്ത ഇവിടെ ഒരു ചോദ്യം ഉണ്ട്. നിങ്ങൾ നോക്കിയേ, ആസ്ഡ് തോട്ട്, ഇവിടെ തോട്ട് വന്നിട്ടുണ്ട്. ഹി നോ, ഇവിടെ നോയാണ് കിടക്കുന്നത്. കണ്ട, നോ മാറിയിട്ടില്ല. എന്ത് ചെയ്യും? നോ മാറി ന്യൂ ആയില്ല, വീട്ടു ആയിട്ടില്ല. ബാക്കിയൊക്കെ എന്ത് ചെയ്യും? ഇവിടെ മാറിയിട്ടുണ്ട്. നമുക്ക് വരുന്ന ഓപ്ഷൻ ഏതാ? ഈ ഓപ്ഷൻ. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് പഠിച്ചത് എങ്ങനെയാ? ഓക്സിലറി വെർബ് പ്രസന്റ് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ് എന്തായി കൊടുക്കുക? ഓക്സിലറി വെർബിനെ പാസ്റ്റ് ആക്കി കൊടുക്കുക. ഓക്കെ. ഇനി അതേപോലെ വാസ് അല്ലെങ്കിൽ വെയർ വരുന്ന ഒരു ചോദ്യമാണ് തരുന്നെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായി കൊടുക്കുക? ഹാഡ് ബീൻ ആക്കി കൊടുക്കുക. എന്തായി കൊടുക്കുക? ഹാഡ് ബീൻ ആക്കി കൊടുക്കുക. ഇനി അതേപോലെ V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ ഇതിനെല്ലാം മാറ്റിയിട്ട് എന്തായി കൊടുക്കുക? V2 ആക്കുക. V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായി കൊടുക്കുക? ഹാഡ് പ്ലസ് V3 ആയി കൊടുക്കുക. മറക്കരുത്, റിപ്പോർട്ട് സ്പീച്ച് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അടുത്ത പരീക്ഷയ്ക്കും ചോദിക്കും. അടുത്ത് വരുന്ന എന്ത് ചെയ്യുന്നൂടെ രണ്ടാം ഷെഡ്യൂളിലും ചോദിക്കും. പരീക്ഷയിൽ ഒരു ക്വസ്റ്റ്യൻ റിപ്പോർട്ട് സ്പീച്ചാണ്. ഓർമ്മയിലിരിക്കുക, മറക്കരുത്. അടുത്ത ചോദ്യം നോക്കി, RDXന്റെ പൂർണ്ണ രൂപം. നമ്മൾ അബ്രിവേഷൻസ് ടോപ്പിക്കാണ്. അപ്പോൾ RDXന്റെ പൂർണ്ണ രൂപം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. റോയൽ ഡിമോളിഷൻ എക്സ്പ്ലോസീവ് എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് കുറച്ച് അബ്രിവേഷൻസ്, കോമൺലി ചോദിക്കുന്ന അബ്രിവേഷൻസ് നോക്കാം. നമുക്ക് EMI യുടെ ഫുൾ ഫോം എന്താണ് നോക്കില്ല? EMI ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്. നമ്മൾ അബ്രിവേഷൻസ് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സിനകത്തുണ്ട്. EMI ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്. എന്നാൽ UPI ആണെങ്കിൽ ചോദിച്ചാണ്. UPI ആണെങ്കിൽ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. UPI ആണെങ്കിൽ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. അതേപോലെ SMS ആണെങ്കിൽ SMS ഷോർട്ട് മെസ്സേജ് സർവീസ്. MMS ആണെങ്കിൽ MMS മൾട്ടിമീഡിയ മെസ്സേജിംഗ് സർവീസ്. മൾട്ടിമീഡിയ മെസ്സേജിംഗ് സർവീസ്. ATM ചോദിച്ചാണ്. ഇപ്പൊ ചോദിച്ചാണ്. ATM ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ. അതേപോലെ GDP മുമ്പത്തെ പരീക്ഷകളിൽ ചോദിച്ചാണ്. GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അതേപോലെ GNP ആണെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. VAT ആണെങ്കിൽ വാറ്റ് വാല്യൂ ആഡഡ് ടാക്സ്. അതേപോലെ GST ആണെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അതേപോലെ അതുപോലെ വരുന്ന വാക്കാണ് നമ്മുടെ STD ആണെങ്കിൽ സബ്സ്ക്രൈബർ ട്രങ്ക് ഡയലിംഗ് അല്ലെങ്കിൽ സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്നും പറയുന്നുണ്ട്. അതേപോലെ ISD ആണെങ്കിൽ ഇന്റർനാഷണൽ സബ്സ്ക്രൈബർ ഡയലിംഗ് എന്നുണ്ട്. അതേപോലെ PHന്റെ ഫോം എന്താ? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് കേട്ടോ. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. അതേപോലെ എന്ത് ചെയ്യുന്നു? PH പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. അതുപോലെ IFSCയുടെ ഫോം പറ. IFSC കോഡ് ഇന്ത്യൻ ഫിനാൻസ് സിസ്റ്റം കോഡ് എന്നാണ് കേട്ടോ. IFSC ഇന്ത്യൻ ഫിനാൻസ് സിസ്റ്റം കോഡ് എന്നാണ്. ഓക്കെ, ഇന്ത്യൻ ഫിനാൻസ് സിസ്റ്റം കോഡ്. OTTയുടെ ഫോം പറ. OTT ഓവർ ദ ടോപ്പ് എന്നാണ് കേട്ടോ. ഓവർ ദ ടോപ്പ്. OTG ആണെങ്കിൽ ഓൺ ദി ഗോ എന്നാണ് കേട്ടോ. ഓൺ ദി ഗോ. UPS ആണെങ്കിൽ UPS എന്ത് ചെയ്യും? അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ എന്നാണ് കേട്ടോ. UPS അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ എന്നാണ്. ഓക്കെ, മറക്കില്ലല്ലോ. അത്തരത്തിലുള്ള അബ്രിവേഷൻസ് എല്ലാം നോക്കി വെച്ചാൽ ഉപയോഗം. എൻ്റെ ക്ലാസ് ഇതിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി കാണാം. അടുത്ത് നോക്കി, ദ ടീച്ചർ could not help dash at the criticism. laughing laughs. നമ്മളിപ്പോഴും നാളും ഈ പരീക്ഷയ്ക്ക് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ്. ജെറണ്ടിന്റെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ലാഫിംഗ് ആണ്. ഇവിടെ ഉത്തരം നോക്കിയാണ്ടായി. നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു? കാണ്ട്. നമുക്ക് ഇങ്ങനെയാണ് പഠിച്ചത്. കാണ്ട് ബെയർ. അതുപോലെ കാണ്ട് സ്റ്റാൻഡ്. അതുപോലെ കാണ്ട് ഹെൽപ്പ്. കാണ്ട് ഹെൽപ്പ്. ഈ കാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കില്ലേ? കാണ്ടിന്റെ എന്ത് ചെയ്യുന്നൂടെ? അതിന്റെ എക്സ്പാൻഷൻ രൂപം എങ്ങനെയാണ്? ക്യാൻ
നോട്ട് കനോട്ട് എന്നാണ് കേട്ടോ. ഈ ക്യാൻ്റെ പാസ്റ്റ് ആണ് കുഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിയാണ്ടേ കുഡ് നോട്ട് ഹെൽപ്പ് കണ്ട, കുഡ് നോട്ട് ഹെൽപ്പ് ഇതാ വന്നിരിക്കുന്നുണ്ടാ അതേ ചോദ്യം. പ്ലസ് ING ഇതൊക്കെ കഴിഞ്ഞാൽ എന്താണ് ഉത്തരം? ING ആണ് കേട്ടോ. അപ്പൊ കാൺപെയർ കാൺസ്റ്റാന്റ് കാൺഡ് ഹെൽപ്പ് കഴിഞ്ഞാൽ ING ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതേപോലെ അടുത്ത് വരുന്ന ഏതായിരുന്നു? E ക്യൂബ് പ്ലസ് ING. E ക്യൂബ് പ്ലസ് ING ഏതാ? എൻജോയ്, എസ്കേപ്പ്, എക്സ്ക്യൂസ് കഴിഞ്ഞാൽ ഉത്തരം ഏതാ? ING ആണ് ഉത്തരം. അതേപോലെ നോ യൂസ്, നോട്ട് ഗുഡ്, നോട്ട് വെർത്ത് വാക്കുകൾ ഏതൊക്കെയാ? നോ യൂസ്, നോ യൂസ്, നോട്ട് ഗുഡ്, അതുപോലെ നോട്ട് വർത്ത്, വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് ടൈം, അതുപോലെ വേസ്റ്റ് ഓഫ് മണി, വേസ്റ്റ് ഓഫ് മണി. ഈ വാക്കുകൾ കഴിഞ്ഞാൽ ഉത്തരം ഏതാ? ING ആണ് ഉത്തരം. ING ഉത്തരം. വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് മണി ഒക്കെ കഴിഞ്ഞാൽ ING ഉത്തരം. അതുപോലെ അടുത്ത് വരുന്ന വാക്കുകൾ ഏതൊക്കെയാ? വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് മണി ഒക്കെ കഴിഞ്ഞാലും ING ആണ് ഉത്തരം. അതുപോലെ യൂസ്ഡ് ടു കഴിഞ്ഞാൽ ഉത്തരം ഏതാണെന്ന് പറഞ്ഞു കൊടുക്കില്ല. യൂസ്ഡ് ടു കഴിഞ്ഞാൽ ഉത്തരം V1 ആണ്. എന്നാൽ യൂസ്ഡ് ടുവിന്റെ മുന്നിൽ ഈസ്, ആം, ആറ്, അതുപോലെ വാസ്, വെയർ, അതുപോലെ ഗെറ്റ്, ഗോട്ട്, ഗെറ്റിംഗ് ഇതിൽ ഏതെങ്കിലും കഴിഞ്ഞിട്ടാണ് യൂസ്ഡ് ടു വരുന്നതെങ്കിൽ ഉത്തരം എന്തിലേക്ക് മാറുന്നു? INGയിലേക്ക് മാറുന്നു. ഉത്തരം ഏതിലേക്ക് മാറുന്നു? ING. കുഡ് യു മൈൻഡ്, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് കഴിഞ്ഞിട്ട് ഉത്തരം ഏത് വരുന്നു? ING. നമ്മൾ ആ റിവിഷൻ ക്ലാസ് ടോപ്പിക് റിവിഷനിൽ നമ്മൾ ആ ടോപ്പിക്ക് മൊത്തത്തിൽ പറഞ്ഞാണ്. ഓക്കെ, കണ്ടിട്ടുള്ളവർക്ക് അത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ കഴിഞ്ഞാൽ ING ആണ് ഉത്തരം. ജെറണ്ട് ആയിരുന്നു ടോപ്പിക്. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ഐ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇഫ് ഐ ഹാവ് ദ മണി ഐ ഡാഷ് എ ന്യൂ ഡ്രസ് ഫോർ യു. കണ്ടല്ലോ, നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഉണ്ടല്ലേ, ഉത്തരമായിട്ട് വരുന്നത് A ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. നമ്മൾ പഠിച്ചു ഇഫ് കഴിഞ്ഞിട്ട് വെർബ് V1 വരാം, അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് വരാം, അല്ലെങ്കിൽ ഡു, അല്ലെങ്കിൽ ഡസ്, ഡു, ഡസ്, അല്ലെങ്കിൽ ഏതൊക്കെ വരാൻ കൊണ്ടല്ലേ? ഈസ്, ആം, ആറ്, അതേപോലെ ഹാസ്, ഹാവ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് വില്ല്, അതുപോലെ ഷാള്, അതുപോലെ ക്യാൻ, അതുപോലെ മേ പ്ലസ് V1 ആണ്. എന്നാൽ ഇഫിന്റെ രണ്ടാമത്തുള്ള ഏതാ? ഇഫ് കഴിഞ്ഞിട്ട് വെർബ് V2 വരാം, അല്ല എങ്കിൽ V2 അല്ലെങ്കിൽ ഏതൊക്കെ വരാടെ? വാസ് വരാം, വെയർ വരാം, അതുപോലെ ഡിഡും വരാം. വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്തെ ഉത്തരം പറഞ്ഞുകൊണ്ടുള്ള വുഡ്, അതുപോലെ ഷുഡ്, വുഡ്, ഷുഡ്, അതുപോലെ കുഡ്, അതുപോലെ മൈറ്റ് പ്ലസ് V1. ഇനി അടുത്ത നോക്കി ഇഫിന്റെ മൂന്നാമത്തെ റൂളാണ്. ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് V3, ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് ഏത് വരുന്നു? വുഡ്, അതുപോലെ ഷുഡ്, അതുപോലെ കുഡ്, അതുപോലെ മൈറ്റ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3, ഹാവ് പ്ലസ് V3 എന്ന് പറഞ്ഞു. ഇനി ഇതിനകത്ത് രണ്ട് എക്സെപ്ഷനും കൂടെ പറഞ്ഞു. ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു നൗണാണ് വരുന്നതെങ്കിൽ രണ്ടാമത്തെ റൂൾ അനുസരിച്ച്, അതായത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. ഇനി ഇഫ് കഴിഞ്ഞിട്ട് രണ്ട് ഹാഡ് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് മക്കളെ? ഒരു വെർബ് വരുന്നതെങ്കിൽ, ഒരു വെർബ് വരുന്നതെങ്കിൽ നൗണ് വരുന്നതെങ്കിൽ നമ്മൾ എത്രാമത്തെ റൂള്? മൂന്നാമത്തെ റൂള്, തേർഡ് റൂൾ അനുസരിച്ചായി വെച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അതിനകത്ത് തന്നെ അന്ന് ആ റിവിഷൻ ക്ലാസ് എടുത്തതിൽ ടോപ്പിക് റിവൈസ് ചെയ്തതിൽ നമ്മൾ ഇഫിൻ്റെയും അൺലെസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. മൈ മദർ ഡാഷ് ഇൻ ദിസ് ഹൗസ് ഫോർ 10 years. കുട്ടികളെ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഹാസ് ബീൻ ലിവിങ് ആണ്. അപ്പോൾ നോക്കി ഇവിടെ നിങ്ങൾക്ക് ആൻസർ കീഴിൽ ഹാഡ് ബീൻ ലിവിങ് ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പ്രൊഫഷണൽ വന്നതിൽ ഹാഡ് ബീൻ ലിവിങ് ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാണ് കുട്ടികളെ ഇപ്പോൾ 10 years ഇവിടെ വന്നിരിക്കുന്നത് ഒരു പ്രസന്റ് ടെൻസിനെ കോട്ട് ചെയ്യുന്ന ഇവിടെ ഒരു സെന്റൻസ് ആയിരുന്നു. നമുക്കിവിടെ ഹാഡ് ബീൻ എഴുതിയെന്ന് ഇപ്പോൾ നമുക്കിവിടെ സാധാരണ സെന്റൻസുകളിൽ സിൻസ് അല്ലെങ്കിൽ ഫോർ വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏത് പറഞ്ഞാൽ ഹാസ് ബീൻ പ്ലസ് ING അല്ലെങ്കിൽ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹൗ ബീൻ പ്ലസ് ING നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് അതാണ് ഉത്തരം വരേണ്ടിയിരുന്നത്. നിങ്ങൾക്ക് എടുത്തിരിക്കുന്നത് ഹാഡ് ബീൻ പ്ലസ് ING ആണ്. പക്ഷേ ഏറ്റവും ശരി ഉത്തരം എന്ന് പറയുന്നത് ഹാസ് ബീൻ പ്ലസ് ING ആണ്. അവരെന്തുകൊണ്ടാണ് അത് എടുത്തതെന്ന് അറിയില്ല. ഇനി അതേപോലെ ഹാഡ് ബീൻ പ്ലസ് ING പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസ്റ്റ് സിൻസ് ഫോർ വരുന്ന സെൻസ് പാസ്റ്റിനെ മെൻഷൻ ചെയ്താണ് പറയുന്നതെങ്കിൽ നമുക്ക് ഹാഡ് ബീൻ പ്ലസ് ING. ഇവിടെ പാസ്റ്റിനെ മെൻഷൻ ചെയ്ത് യാതൊരു വാക്കും നമ്മളവിടെ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ കഴിഞ്ഞ 10 വർഷമായി ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞുകൂടെ?
ഹാസ് ബീൻ പ്ലസ് ING. അപ്പോൾ ഈ വീട്ടിൽ കഴിഞ്ഞ 10 കൊല്ലമായി ജീവിച്ചു കൊണ്ടേയിരുന്നു. നമുക്ക് ഒരു ആശയം ഒപ്പിക്കാനാണെങ്കിൽ അതൊക്കെ പറയാം. പക്ഷേ ഏറ്റവും ഉചിതം ഇത് രണ്ടിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഇതാണ് ഉചിതമെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ നമ്മൾ അതാണ് അവിടെ വരേണ്ടിയത്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ആൻസർ കീയിൽ എടുത്തിരിക്കുന്നത് ഹാഡ് ബീൻ പ്ലസ് ING. എന്നാലും നിങ്ങൾ ഉള്ളത് പഠിക്കുക. ഇതാണ് ഏറ്റവും ഉചിതമെന്ന് പറയുന്നത്. അതെങ്ങനെയായിരുന്നു പഠിച്ചത്? സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെന്റൻസുകളിൽ എന്ത് വന്നിട്ടുണ്ട്? നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഹാസ് ബീൻ. അതും നമ്മൾ അന്ന് ആ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഹാസ് ബീൻ അല്ലെങ്കിൽ ഹൗ ബീൻ. ടെൻസ് ഫുള്ള് ഞാൻ റിവൈസ് ചെയ്യുന്നത്. ഹൗ ബീൻ പ്ലസ് ING ആണ് ഉത്തരം. ഹൗ ബീൻ പ്ലസ് ING ആണ് ഉത്തരം. ഇനി സിൻസ് അതേപോലെ ഫോർ വരുന്ന സെന്റൻസുകളിൽ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കുവല്ലം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരം ഏതെഴുതാം? ഹാഡ് ബീൻ. ഹാഡ് ബീൻ പ്ലസ് ING എഴുതാം. ഇനി സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെന്റൻസുകളിൽ എന്ത് ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന വാക്കുവല്ലം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തുത്തരം എഴുതാൻ മക്കളെ? വില്ല്. വില്ല് അല്ലെങ്കിൽ ഷാൾ. വില്ലോർ ഷാൾ പ്ലസ് ഹാവ്. ഹാവ് പ്ലസ് ബീൻ. ഹൗ ബീൻ പ്ലസ് ING എഴുതാം. മറക്കരുത് കേട്ടോ. ടെൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ചോദ്യങ്ങൾ നമ്മൾ അന്ന് ആ റിവിഷൻ ക്ലാസ്സിൽ അത് നമ്മൾ നോക്കിയതാണ്. അടുത്ത് നോക്കിയേ. The poem tempts to the readers to ponder dash the beauty of nature. Ponder over the beauty of nature. Over the beauty of nature. അവിടെ പൗണ്ടർ കഴിഞ്ഞാൽ ഓവർ ആണ് ചേർത്തിട്ട് പറയുന്നത്. ഓവർ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കുറേ വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എന്ത് ചെയ്യുന്നു? ടു ചേർത്ത് പറയുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. വിത്ത് എ വ്യൂ, ലുക്ക് ഫോർവേഡ്, ഒബ്ജക്റ്റഡ്, അഡിക്റ്റഡ്, അക്യുസ്റ്റോംഡ്, ഡെഡിക്കേറ്റഡ്, കമ്മിറ്റഡ് കഴിഞ്ഞാൽ ടു ചേർക്കുക. പിന്നെ പ്രിഫർ, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ കഴിഞ്ഞാൽ ടു ചേർത്ത് പറയുക. അതുപോലെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബ്രെയിൻ ലാറ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഗെയിമുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അറ്റിൽ വരുന്ന കോഡിലുള്ള വാക്ക് പഠിച്ചു. ബിയിൽ വരുന്ന വാക്ക് ബാർക്ക്, എല്ലിൽ വരുന്ന വാക്ക് ലാഫ്, എയിൽ വരുന്ന വാക്ക് എയിം, അടുത്ത എ ആണെങ്കിൽ എബിലിറ്റി, അതേപോലെ ആറാണെങ്കിൽ റീജോയ്സ്, അടുത്ത എ ആണെങ്കിൽ അമൈസ്ഡ്, വെസ്റ്റ് ഇൻഡീസിൻ്റെ W എന്ന് പറയുന്ന വണ്ടർ, സി മീൻസ് ഗുഡ് ക്ലവർ, ജിയിൽ വരുന്ന 3 വാക്കാണ് ഗുഡ്, ഗ്ലാൻസ്, ഗസ്. കുട്ടികളെ ഈ വാക്ക് കഴിഞ്ഞാൽ അറ്റ് അങ്ങനെ നമ്മൾ വേർഡ്സ് ഫോളോഡ് ബൈ പ്രിപ്പോസിഷൻ നോക്കിയതാണ്. ഓക്കെ, അടുത്ത് നോക്കിയേ. വൺ വേർഡ്. ഗീവ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു? ഫോർ എ പേഴ്സൺ ഹു ലവ്സ് ബുക്സ്. കണ്ടോ? ലവ്സ് ബുക്സ്. ബുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറയുന്ന പേരെന്ത്? നമ്മൾ പഠിച്ചതല്ലേ, ഇപ്പോഴും പറയുന്നതന്നെ ഞാൻ ക്ലാസ്സിൽ. ബിബ്ലിയോഫൈലാണ് ഉത്തരമായിട്ട് വരുന്നത്. ബിബ്ലിയോഫൈൽ. എന്നാൽ ബുക്കിനെ പേടിക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത് ചെയ്യുന്നത്? ബിബ്ലിയോഫോബിയ എന്നാണ് പറയുന്നത്. ബുക്കിനെ പേടിക്കുന്നതിന് പറയുന്ന പേര് ബിബ്ലിയോഫോബിയ. ഇനി ബുക്കിനെ ഇഷ്ടപ്പെടുന്നതിന് പറയുന്ന പേര് ബിബ്ലിയോഫൈൽ എന്ന് പറയും. പോളിഗ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ? പോളിഗ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഹാവിങ് നോസ് ഹാവിങ് സെവറൽ ലാംഗ്വേജ്, ധാരാളം ഭാഷകൾ സംസാരിക്കുന്നതിന് പറയുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് പോളിഗ്ലോട്ട്. ഓംനിസൈന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ സയന്റിസ്റ്റിന് ഭയങ്കര ബുദ്ധിയാണ്. വൺ ഹു നോസ് എവരിത്തിങ്, എല്ലാം അറിയാന്നുള്ളത്. ഓംനി പൊട്ടൻ എന്ന് പറഞ്ഞാൽ പൊട്ടന് ഭയങ്കര ശക്തിയാണെന്ന് പറഞ്ഞു ഇല്ലേ. വൺ ഹു എന്ത് ചെയ്യുന്നു? ഹാവ് ഓൾ പവർ. എന്നാൽ ഓംനി പ്രസന്റ് ഉണ്ട്. ഓംനി പ്രസന്റ് എന്ന് പറഞ്ഞാൽ വൺ ഹു പ്രസന്റ് വേറെന്നാണ്. ഇനി അതേപോലെ നമ്മൾ ധാരാളം വൺ വേർഡ്സ് എല്ലാം നമ്മൾ ടോപ്പിക്കായിട്ട് ഇങ്ങനെ ചുമ്മാ പഠിക്കുകയും ക്ലാസ്സായിട്ട് പഠിക്കുകയൊക്കെ വെച്ചിട്ടുണ്ട്. ഓഫ്ലൈനിലൊക്കെ ഫുള്ള് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ എല്ലാ ക്ലാസ്സുകളും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്ത് ചെയ്യും? പിന്നെ അതേപോലെ ഏത്തിസ്റ്റ്. ഇതിപ്പോൾ എല്ലാ പരീക്ഷയും ഏത്തിസ്റ്റ് എന്ന് പറയുന്നത് എന്താ? എത്തിസ്റ്റ് വൺ ഹു ഡു നോട്ട് ബിലീവ് ഇൻ ഗോഡ് ആണെങ്കിൽ എത്തിസ്റ്റ് എന്ന് പറയുന്നത്. തീസ്റ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ ബിലീവ് ഇൻ ഗോഡിന് പറയുന്ന പേരാണ് തീസ്റ്റ്. ബിലീവ് ഇൻ ഗോഡിന് പറയുന്ന പേര് തീസ്റ്റ്. ഒരു ദൈവത്തെ വിശ്വസിക്കുന്നതിന് പറയുന്ന ബിലീവ് ഇൻ വൺ ഗോഡ് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് മോണോതീസ്റ്റ്. ബിലീവ് ഇൻ മെനി ഗോഡ് ആണെങ്കിലോ അതിന് പറയുന്ന പേരാണ് പോളിതീസ്റ്റ് എന്നാണ് പറയുന്നത്. ബിലീവ് ഇൻ മെനി ഗോഡ്. ഇന്നത്തെ ഒരു ബാങ്ക് ടെസ്റ്റ് നടന്നൊരു ചോദ്യമായിരുന്നു. നമ്മുടെ ലെക്സിക്കോഗ്രാഫറാണ് ചോദിച്ചത്. ബൈബിള് മേക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പറയുന്ന പേര്, ബൈബിൾ ഡിക്ഷണറി മേക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരുന്നത്. ചെയ്യുന്നൂടെ ആ ഡിക്ഷണറിയൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഡിക്ഷണറി വാക്കുകൾ അറേഞ്ച് ചെയ്ത് ഡിക്ഷണറി ഉണ്ടാക്കുന്നതിന് പറയുന്നത് ലെക്സിക്കോഗ്രാഫർ എന്നാണ് പറയുന്നത്. ലെക്സിക്കോഗ്രാഫർ എന്നാണ് പറയുന്നത്. ചോദ്യം വരുന്നത് ലെക്സിക്കോഗ്രാഫർ. അപ്പോൾ നടന്ന പരീക്ഷയിൽ ചോദ്യം വരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഹാവിങ് വൺ വൈഫ് ആണെങ്കിൽ അതിന് പറയുന്ന പേര് മോണോഗമി, 2 വൈഫ്സ് ആണെങ്കിൽ ബൈഗമി, മോർ ദാൻ 2 വൈഫ്സ് ആണെങ്കിൽ പോളിഗമി.
മോർ ദാൻ 2 ഹസ്ബൻഡ്സ് ആണെങ്കിൽ പോളി എന്ത് ചെയ്യുന്നൂടെ പോളിഗ്ലോട്ട് പോളിയാൻഡ്രി എന്ന് പറയും. എന്നാൽ 1 ലാംഗ്വേജ് നോസ് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് മോണോലിംഗ്വൽ. 2 ലാംഗ്വേജസ് നോസ് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത് ചെയ്യും ബൈലിംഗ്വൽ. മോർ ദാൻ 2 ലാംഗ്വേജസ് ആണെങ്കിൽ പോളിഗ്ലോട്ട് എന്ന് പറയും. ഓക്കെ, അപ്പം അങ്ങനെ പഠിച്ചു. പിന്നെ കില്ലിങ്സ് നമ്മൾ പഠിച്ചു, ഫോബിയാസ് പഠിച്ചു, പിന്നെ കുറേ വൺ വേർഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഓർമ്മയിലിരിക്കുക. അടുത്ത് നോക്കിയേ, കറക്റ്റ് സ്പെല്ലിംഗ് എന്നാണ് നമ്മൾ സ്പെൽ ചെക്കിൽ പഠിച്ചതാണ്. വാക്വം VACUUM ആണ് വാക്വത്തിൻ്റെ സ്പെല്ലിങ്. വാക്വം VACUUM ആണ് വാക്വത്തിൻ്റെ സ്പെല്ലിങ്. അതുപോലെ നമ്മൾ സ്പെൽ ചെക്ക് കുറേ വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. കോമൺലി ഇത് എപ്പോഴും പ്രീവിയസ് ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാക്വം ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ നോക്കി വയ്ക്കാൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള വാക്കുകൾ നോക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം എന്ത് ചെയ്യും, അത്തരത്തിലുള്ള വാക്കുകളൊന്ന് നോക്കി വയ്ക്കുക.